അപ്പോൾ അങ്ങനെ ഇതേ സമയം 9:24 നമ്മുടെ ബന്ധു വന്നിട്ടാണെങ്കിൽ റബ്ബർ ഷീറ്റ് അടിക്കുന്ന സ്ഥലത്ത് ഡിഷിനകത്ത് ഇങ്ങനെ പാല് ഒരയൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം കഴിയാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അത് കഴിഞ്ഞല്ലോ, ഇനി വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന്. അപ്പോൾ കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയും ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു ഡിഷിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനകത്ത് 2 ലിറ്റർ പാല് ആണ് ഒഴിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മിഷീൻ്റെ മൂലൊക്കെ ഉണ്ടായിരുന്നു ഒരു ഡിഷ്. അപ്പോൾ അതിനകത്തേക്ക് ഇങ്ങനെ കുറച്ച് പാല് ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു ബക്കറ്റിൽ കുറച്ച് പാലുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു കപ്പ് ഫുള്ള് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോരോ ഡിഷിൻ്റെ അകത്തും ഇങ്ങനെ പാല് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ടോട്ടൽ 8 ഡിഷാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഇത് എല്ലാത്തിൻ്റെ അകത്തും നമ്മുടെ പാല് എത്തിയിട്ടുണ്ട് കേട്ടോ. കൃത്യ അളവിൽ തന്നെയാണുള്ളത്. ഒരു ഡിഷിൻ്റെ അകത്ത് 2 ലിറ്റർ പാലാണ് ഒഴിച്ചിട്ടുള്ളത്. ടോട്ടൽ 140 മരത്തിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനാണ് കേട്ടോ. ഇത് കൊഴുപ്പുണ്ടെങ്കിൽ മാത്രം 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം പാലിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് 8 ഡിഷിനകത്തും ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം നിങ്ങളിത് കുറച്ച് അങ്ങ് കാണും കേട്ടോ. കൃത്യ അളവിനാണ് ഇവർ വെള്ളം എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 1 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കൃത്യ അളവ് തന്നെയാണ് ബക്കറ്റിലെ വെള്ളം കഴിഞ്ഞിരിക്കുന്നു. കൃത്യ അളവ് തന്നെയാണ്, അതായത് 8 ഡിഷിൻ്റെ അകത്തും കൃത്യ അളവ് തന്നെയാണ് വെള്ളം കിട്ടിയിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു കപ്പ് ഉണ്ടാവില്ലേ, അതിൻ്റെ അകത്ത് 90 മില്ലി ലിറ്ററാണ് ഇനി നമ്മൾ ആസിഡ് ഒഴിച്ചു കൊടുക്കുന്നത്. അതനുസരിച്ച് ഇതേപോലത്തെ ഒരു ഇളക്കുന്നൊരു സാധനമൊക്കെ ഉണ്ടാവും. അതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നാലല്ലേ നമ്മുടെ ആസിഡ് പാലിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി മറിയുള്ളൂ. അങ്ങനെ ഓരോരോ ഡിഷിൻ്റെ അകത്ത് നമ്മൾ ആസിഡ് ഒഴിച്ചു കൊടുക്കണം. 90 മില്ലി ലിറ്റർ ആണേ, മാറിപ്പോകരുതേ. നിങ്ങൾ ഇങ്ങനെ റബ്ബർ ഷീറ്റ് അടിക്കുന്നതാണോ? കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മൾ അടുത്ത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന സ്ഥലം കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വന്നപ്പോഴത്തേക്കും കുറച്ച് ഡിഷിൻ്റെ അകത്തെല്ലാം, അതായത് ഒരു 6 ഡിഷിൻ്റെ അകത്തെങ്കിലും പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 7ഉം 8ഉമാണ് ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഡിഷിൻ്റെ അകത്തുള്ള ആസിഡ് ഒഴിച്ച് കഴിഞ്ഞു.